ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോയാട്ടോ. എൻ്റെ ഒരു ദിവസത്തെ മോർണിംഗിലെയും ഈവനിങ്ങിലെയും വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ചെറിയ ഷോർട്ട് വീഡിയോ. രാവിലെ ഞാൻ ജോലിക്ക് പോകാൻ ഉള്ള തിരക്കിലും കാര്യങ്ങളിലും ആട്ടോ. എന്താണെന്നറിയത്തില്ല, ഞാൻ കുറേ മെറ്റേണിറ്റി ലീവിനൊക്കെ ശേഷം കുറേ നാളുകൾക്ക് ശേഷം ജോലിക്ക് പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. രാവിലെയൊക്കെ എനിക്ക് നല്ല തിരക്കാണ്. എത്ര അങ്ങോട്ടേക്ക് ഓടിയാലും അങ്ങ് ഓടി എത്തുന്നില്ലാത്ത പോലെയൊക്കെ തോന്നും. കുറച്ച് പണികളൊക്കെ അമ്മയ്ക്ക് രാവിലത്തെ കാര്യങ്ങളിൽ സഹായിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ കാര്യങ്ങളും കൂടെയൊക്കെ ചെയ്തിട്ട് ഇറങ്ങാനുള്ള തിരക്ക് കാര്യങ്ങളിലൊക്കെയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തേക്കുന്ന കാണിച്ച ചുരിദാറാണേ. അപ്പോൾ അത് ഇട്ടിട്ട് പോകുമ്പോൾ ആ ചുരിദാറും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് ഓർത്തു. പുതിയ ചുരിദാറൊന്നും അല്ല കേട്ടോ, എന്നാലും ഇഷ്ടമുള്ളൊരു ചുരിദാറാണ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ജോലിക്ക് പോകുമ്പോഴുള്ള ഈ തിരക്കും കാര്യങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ഒന്ന് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ നടക്കുന്നു. പക്ഷേ എന്ത് ചെയ്താൽ പ്ലാനിങ്ങും നടക്കുന്നില്ല. ചെറിയ രീതിയിലുള്ള പ്ലാനിങ്ങൊക്കെ ഞാൻ നോക്കിയായിരുന്നു പല ദിവസങ്ങളിൽ. പക്ഷെ അതും നടപ്പിലാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. നമുക്കറിയാമായിരിക്കുമല്ലോ, ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെയൊന്നും കാര്യങ്ങൾ അങ്ങനെ പോവാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ ഈവനിങ് വീട്ടിലെത്തിക്കഴിഞ്ഞുള്ള ഭാഗങ്ങളാണ് ഇത്. എനിക്ക് നാളെ ഉടുത്തുകൊണ്ട് പോകാനുള്ള സാരി അങ്ങ് തേച്ച് വെക്കാമെന്ന് ഓർത്തു. സാരി വൈകിട്ട് തേച്ച് വെച്ചാൽ തന്നെ, അല്ലെങ്കിൽ ഡ്രസ്സ് തലേദിവസം എടുത്ത് വെച്ചാൽ തന്നെ എനിക്ക് വലിയൊരു ജോലി തീർത്ത പോലെയാണ്. പിന്നെ ഞാൻ എൻ്റെ റൂമൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് ഷീറ്റൊക്കെ വിരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഒരു കട്ടൻ ചായ കുടിക്കാമെന്ന് ഓർത്തു കേട്ടോ. എന്താണെന്നറിയില്ല, അങ്ങനെ കട്ടൻ ചായ കുടിക്കണ പതിവൊന്നുമില്ല. പക്ഷേ അന്നേരം അങ്ങനെ തോന്നി, ഒരു കട്ടൻ ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചു. നല്ലോണം ഇരുട്ടായിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ പിറ്റേ ദിവസം ഈ സാരി ഉടുത്ത് ഒരു ചെറിയ ഭാഗം കൂടെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.